മഹാനായ ശ്രീജിത്ത് പണിക്കരെ കേരളത്തെ കുടുകുട ചിരിപ്പിച്ചുകൊണ്ടിരുന്ന എഴുത്തുകാരനും ഹാസ്യനടനുമായ ശ്രീനിവാസൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? നിങ്ങളൊക്കെ, അതായത് വർഗീയ ഫാസിസ്റ്റ് സൈദ്ധാന്തിക പണ്ഡിതന്മാരൊക്കെ ജയിലിൽ കിടക്കാൻ യോഗ്യതയുള്ളവരാ, നിങ്ങളൊക്കെ ജയിലിൽ കിടക്കേണ്ടവരാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായോ? അത് കേട്ടിട്ട് നിങ്ങൾക്ക് അല്പമെങ്കിലും കുറ്റബോധം തോന്നിയോ? അതായത് നിങ്ങളുടെ പൂർവികന്മാർ നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ജാതിയുടെയും മതത്തിൻ്റെയും ദൈവങ്ങളുടെയും പേരിൽ മനുഷ്യനെ തമ്മിൽ തല്ലിച്ച് കൊന്നൊടുക്കിയ, കോടാനുകൂടി മനുഷ്യരെ കൊന്നൊടുക്കിയതിൽ നിങ്ങൾക്കിപ്പോഴെന്തെങ്കിലും ഒരു കുറ്റബോധം തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ഒരു ആധുനിക മനുഷ്യനാകും? നിങ്ങൾ മരവുരി കൊടുത്ത് ജീവിക്കേണ്ട പ്രാകൃത മനുഷ്യനല്ലേ? ശ്രീജിത്ത് പണിക്കരെ, ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടത് നിങ്ങളുടെ പുരാണ ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും ഖുറാനും ബൈബിളും ഒന്നുമല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് ശാസ്ത്ര വിദ്യാഭ്യാസവും ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളുമാണ് വേണ്ടത്. അവർക്ക് വേണ്ടത് യേശുക്രിസ്തുവിനെയും കൃഷ്ണനെയും നബിയെയും ശ്രീരാമനെയും അല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് ചാൾസ് ഡാർവിനെയും ആൽബർട്ട് ഐൻസ്റ്റീനെയും ഐസക് ന്യൂട്ടനെയും മൈക്കൽ ഫാരഡെയും പോലുള്ള മഹാശാസ്ത്രകാരന്മാരെയാണ് വേണ്ടത്. അവർക്ക് വേണ്ടത് പള്ളികളും അമ്പലങ്ങളും മോസ്കുകളുമല്ല. അവർക്ക് വേണ്ടത് സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും വ്യവസായശാലകളുമാണ് വേണ്ടത്. അത് നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ? അതാണ് രാജ്യത്തിൻ്റെ പുരോഗതി, രാജ്യസ്നേഹമെന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ നിലവിൽ രാജ്യസ്നേഹികളല്ല, രാജ്യദ്രോഹികളാണ്. മനുഷ്യനെ കൂട്ടക്കുരുതി കഴിക്കാൻ മതങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന വെറും വർഗീയ സൈദ്ധാന്തികരായ നിങ്ങൾ ജയിലിലടയ്ക്കപ്പെടേണ്ട കാപാലികരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ കാപാലികത്വം ഉപേക്ഷിച്ച്, ആ അധകൃതത്വം ഉപേക്ഷിച്ച്, അപരിഷ്കൃതം ഉപേക്ഷിച്ച് ശാസ്ത്രീയമായി പുരോഗമിക്കാൻ, രാജ്യത്തെ സജ്ജമാക്കാൻ നിങ്ങൾ കഴിയുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാകൃതനായി ജീവിച്ചോളൂ, തല്ലി കൊന്നിച്ച് ജീവിച്ചോളൂ. പക്ഷേ ഇന്ത്യയുടെ മതേതരത്തെ തകർക്കാൻ അനുവദിക്കില്ല ഈ കേരളത്തിലെന്ന്